ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മൾ മുതലപ്പുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. മുതലപ്പുഴി എന്ന് പറയുന്നത് നമ്മൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ചൊരു വീഡിയോ ആയിട്ടൊന്നുമല്ല, എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു ഈവനിങ് റൈഡ് എന്നുള്ള രീതിയിലാണ് ഇത് വണ്ടിയും കൊണ്ട് ഇറങ്ങിയേക്കുന്നത്. അപ്പം ഇവിടുത്തെ ഈ ഒരു സൺസെറ്റും ഈ ഒരു കടൽക്കാറ്റും ഒക്കെ അടിച്ച് ജസ്റ്റ് ഒരു റൈഡ് എന്നുള്ള നിലയിലാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഒരു ലെഫ്റ്റ് സൈഡിലോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് അറിയാം, അവിടെ മൊത്തം ഒരു ബീച്ച് സൈഡും റൈറ്റ് സൈഡിൽ കുറേ വണ്ടികൾ നിരന്ന് കിടക്കുന്നത് കാണാം. ഇവിടെ കുറേ ഹാർബറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് കൂടുതലും മറ്റുള്ള സ്റ്റേറ്റിലോട്ടൊക്കെ എനിക്ക് തോന്നുന്ന മീനുകളും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ കുറേ വണ്ടികൾ അവിടെ കിടപ്പുണ്ട്. അപ്പം പല സ്ഥലത്തു നിന്ന് വരുന്ന വണ്ടികളും പല രജിസ്ട്രേഷനും നമുക്ക് അവിടെ ചെന്നപ്പോൾ കണ്ടു. അപ്പോൾ ആ ഒരു സൈഡും മീനിൻ്റെയും അങ്ങനെയുള്ളൊരു സൈഡാണ്, ഒരു ഹാർബർ ഏരിയയാണ് അവിടെ വരുന്നത്. പിന്നെ കുറേ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ വേറൊന്നുമല്ല, ഈ ഒരു ചെറിയ റോഡിലൂടെയുള്ള ഈ ഒരു യാത്ര, അതായത് ഈ ബൈക്ക് ഓടിച്ചു പോകാനുള്ളൊരു യാത്ര എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഇടയിൽ കൂടെ പോകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെയൊക്കെ ബാക്ക് സൈഡിൽ കുറേ എന്താ പറയുക കടലും കാര്യങ്ങളും ഒക്കെയാണ് വന്നടിക്കുന്നത് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. പിന്നെ ഇങ്ങനെ ഈ സൈഡ് മൊത്തം തെങ്ങാണ്. ഈ രണ്ട് സൈഡിലും നോക്കുമ്പോൾ അറിയാം കൂടുതലും തെങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഈ ഒരു ലെഫ്റ്റ് സൈഡിലൊക്കെ കുറേ ബീച്ച് കണക്കുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ വന്ന് കുറേ പേര് വായ്പടിച്ച് നിൽക്കാനും അവിടെ വന്നിരിക്കാനൊക്കെ നല്ല സ്ഥലമാണ്. പിന്നെ ഈ റോഡ് ഒരു ചെറിയ റോഡാണ്, രണ്ട് വണ്ടി പോവാം. അതായത് വലിയ ലോറിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം എന്നുള്ള അത്ര ചെറുതെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും ആ ഒരു രീതിയിലായിരിക്കും ഇവിടുത്തെ റോഡെന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ആ ഒരു സൺലൈറ്റും കാര്യങ്ങളും ഇതിലേക്കാണ് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഫീലും അതൊക്കെ ഒന്ന് വേറെ തന്നെ കേട്ടോ. വേറെ ലെവലാണ് ഈ ഒരു വഴിയൊക്കെ നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവഴിക്കൂടെ ഞാൻ പലവട്ടം പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ അങ്ങനെ ഒരു ക്ലിയർ ആയിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇവിടെ വരാൻ വലിയ പ്ലാനിങ് ഒന്നും വേണ്ട കേട്ടോ. ഈവനിങ് ജസ്റ്റ് റൈഡ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഒരു ഏരിയ ആണ് ഈ ഒരു സൈഡിൽ. അപ്പോൾ ഇതുവഴി തന്നെ ഈ ഒരു നേരെ നമുക്ക് കൊല്ലം സൈഡിലോട്ടൊക്കെ അങ്ങ് പോകാം. കൊല്ലം വർക്കലയൊക്കെ ആണെങ്കിൽ ഈ റൂട്ടിൽ നമുക്ക് പോകാൻ പറ്റും. ഇതിൻ്റെ റൈറ്റ് സൈഡ് അഞ്ച് തെങ്ങ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ ഈ സ്ട്രെയിറ്റ് പോകുന്നത് നമ്മൾ അഞ്ച് തെങ്ങ് ആ ഒരു സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പം അവിടെയൊക്കെ കുറേ കാഴ്ചകളുണ്ട് ഇത് അവിടെയൊക്കെ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഈവനിങ് റൈഡ് ഒന്ന് ആസ്വദിച്ച് ഓടിക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ വണ്ടിയും കൊണ്ട് ഇറങ്ങിയേക്കുന്നത്. ലെഫ്റ്റ് സൈഡ് കണ്ടോ? ഈ ലെഫ്റ്റ് സൈഡിൽ നല്ല രസമാണ്. ഈ ഒരു ചെറിയ ബോട്ടൊക്കെ വെച്ചിട്ട് ആൾക്കാർ എനിക്കൊന്ന് അവിടെ ചെറിയ വലയിടാനൊക്കെ പോകുന്നവരാണെന്ന് തോന്നുന്നു ആ സൈഡിൽ തന്നെ. അപ്പോൾ അവരൊക്കെ സമ്മതിക്കണം. ഈ ഒരു മീൻ വണ്ടി എന്നുണ്ട്, മീനിൻ്റെ വെള്ളം മൊത്തവും നമ്മുടെ ദേഹത്തോട്ട് അടിക്കുന്നുണ്ട്. ഇത് എന്താ പറയുക, പുള്ളി ഒരു വേറെ ടൈപ്പാണെന്ന് തോന്നുന്നു. വണ്ടി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറുമ്പോൾ പുള്ളി കൂടുതൽ ആണുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ഇത്രയും സ്ഥലങ്ങൾ കിടപ്പുണ്ട്, നമ്മളെ മനഃപൂർവ്വം കയറ്റി വിടില്ല പുള്ളി. ആ ഒരു ടൈപ്പാണ് പുള്ളി. നേരത്തെയും വണ്ടി ഓവർടേക്ക് ചെയ്യാൻ നേരത്ത് പുള്ളി സൈഡ് തരുന്നത്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കാർ ഓടിക്കുമ്പോഴോ കണ്ട ആ ലെഫ്റ്റ് സൈഡിൽ ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ സ്ഥലം തരത്തില്ല. പുള്ളി ആണോ ചവിട്ടി തരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, എന്ന് വെച്ചാൽ ബാക്ക് കൊണ്ടിട്ട് ചവിട്ടി ഇടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇത്ര സ്ഥലം കിടന്നിട്ട് പുള്ളി തരത്തില്ല. ഇപ്പം അപ്പോൾ കണ്ട
അപ്പോൾ വണ്ടി പോയി അതിൻ്റെ അകത്ത് കുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം കൂടെ എടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പം നമ്മളിവിടെ നിന്ന് ബമ്പൊന്ന് ചവിട്ടി ഒന്ന് ഇറക്കി അല്ല പിന്നെ അല്ലേ, അതല്ലേ വേണ്ടേ. അപ്പോൾ ഇത് മനഃപൂർവ്വം നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സംഭവമാണ് അത് എങ്ങനെയാണെന്നുള്ളത്. ശരിയാണ്, സൈഡാണ്, ഇടുങ്ങിയ റോഡാണ്, പക്ഷേ നമ്മൾ വണ്ടി ഓടിക്കുന്നവരാണ്, നമുക്കും അറിയാം. അപ്പം ഇത് ഹോൺ അടിച്ചിട്ടും പുള്ളി മാറി തരുന്നില്ല എന്നുള്ളൊരു, ഓരോരുത്തർക്കും ഓരോരോ മൈൻഡല്ലേ, നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ ഒരു ടൈപ്പിൽ തന്നെ വിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ എൻ്റെ കൂടെ ഒരു വേറൊരു ആളും കൂടെ ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ആ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ എനിക്കൊന്ന് പുള്ളി എൻ്റെ പുറകെ തന്നെ വീണ്ടും വിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉള്ളത് കൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്ന ഒരു ബഹളം ഉണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും നമ്മൾ ആ ഒരു മൈൻഡിൽ എടുത്താൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ നിന്നത്. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാമായിരുന്നു. അപ്പോൾ പുള്ളി എൻ്റെ സൈഡ് ഗ്ലാസ്സിൽ കൂടെ നോക്കിയാൽ, സൈഡ് മിററിൽ കൂടെ നോക്കിയാൽ അറിയാം അല്ലെ, വണ്ടി കൊണ്ട് ഇടിക്കാൻ വരുന്ന രീതിയിൽ എൻ്റെ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. നമ്മളൊരു മാന്യമായിട്ടുള്ള സ്പീഡിലാണ് പോകുന്നത്. കണ്ട പുള്ളിയെ ഞാൻ ഇപ്പോൾ കയറ്റി വിട്ട് പോട്ടെ. ഇപ്പം എനിക്ക് എന്തോ ഒരു പണി തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടേ, നോക്കിക്കോണേ. എനിക്ക് എന്തെങ്കിലും പണി കണ്ടാ റൈറ്റ് പിടിച്ച് ലെഫ്റ്റ് പിടിച്ച് റൈറ്റ് സൈഡിൽ പോലീസും കയറി വന്നത്. എന്ത് പറയാലേ. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാരുമുണ്ട്. വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ടത് അവൻ പോട്ടല്ല, എന്താ പറയുക, എല്ലാവർക്കും ഓരോരോ ആറ്റിറ്റ്യൂഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.